മോദിയുടെ ഇറ്റലി യാത്ര വെറുതെ ആയിരുന്നില്ല. മോദിയുടെ വിദേശ യാത്ര ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് 3.5 ലക്ഷം കോടിയുടെ നേട്ടമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള വിദേശ സന്ദർശനം ഇന്ത്യയുടെ നിക്ഷേപ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലുണ്ടായ ചർച്ചകളുടെ രാജ്യത്തേക്ക് ഇവിടെ എത്തിച്ചിരിക്കുന്നത് 3.5 ലക്ഷം കോടി രൂപയുടെ പുതിയ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് എന്നതാണ് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സന്ദർശനത്തിനിടെ തന്നെ വിവിധ മേഖലയിലെ 50-ലധികം രാജ്യാന്തര കമ്പനികളുടെ അവിടുത്തെ മേധാവികളുമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. നിലവിൽ ഇന്ത്യയിൽ വൻതോതിൽ നിക്ഷേപമുള്ള കമ്പനികളാണ് ഇവയിൽ പലതുമെന്നതാണ് റിപ്പോർട്ട്. ഇപ്പോൾ തന്നെ ഈ കമ്പനികളുടെ ഇന്ത്യയിലെ നിക്ഷേപ മൂല്യം 17.3 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. അതിന് പുറമെയാണ് പുതിയ 3.5 ലക്ഷം കോടി രൂപ കൂടി നിക്ഷേപിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. നിർമ്മാണം, ഹരിതോർജ്ജം, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ, പ്രതിരോധ മേഖലകളിൽ ഉൾപ്പെടെ തന്നെ വിവിധ രംഗങ്ങളിൽ ഈ നിക്ഷേപങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ കരുത്താകുമെന്ന വിലയിരുത്തലാണ് ഇതിലൂടെ തന്നെ ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം നിക്ഷേപ രംഗത്ത് ഇന്ത്യക്ക് മികച്ച നേട്ടം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം അത് ആ ഒരു കണക്ക് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്രമാത്രം ഇന്ത്യയിലേക്ക് ഈ ഒരു നിക്ഷേപം എത്തുന്നു എന്നത്. മാത്രമല്ല ഈ 5 രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചത് വഴി ഇന്ത്യക്ക് വലിയ കരുത്തുറ്റ നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ മേഖലകളിൽ 50-ലധികം രാജ്യാന്തര കമ്പനികളുമായി തന്നെ ഇടപഴകാൻ സാധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നിക്ഷേപം വർദ്ധിച്ച് 17.3 ലക്ഷം കോടി രൂപയിലധികം എത്തുകയും ചെയ്യും. ഒപ്പം തന്നെ വലിയ രീതിയിൽ ഇവിടെ ലോജിസ്റ്റിക്, സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് പുതിയ നിക്ഷേപങ്ങൾ ഏറെയും തന്നെ വരുന്നത്. UAE മാത്രം 45,000 കോടി രൂപ നിക്ഷേപിക്കും. US ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ മോദിയുടെ UAE സന്ദർശനം വിദേശകാര്യ ബന്ധങ്ങളിലും നിർണായകമായ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നുണ്ട്. ഹോർമൂസ് പ്രതിസന്ധിക്കിടെ തന്നെ UAEയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ലഭ്യത ഉറപ്പാക്കാൻ മോദിക്ക് കഴിയുകയും ഇന്ത്യക്ക് വേണ്ടി പെട്രോളിയം ശേഖരം സൂക്ഷിക്കാനുള്ള കരാറിലും ദീർഘകാലത്തേക്ക് LPG ലഭ്യത ഉറപ്പാക്കാൻ അടക്കമുള്ള നിർണായക കരാറിലെത്തുവാനും മോദിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ നോർഡിക് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 20% വർധനവുണ്ടായി എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡെൻമാർക്ക്, ഫിൻലാൻഡ്, അതേപോലെ നോർവ, സ്വീഡൻ എന്നിവയാണ് ഈ ഒരു നോർടെക് രാജ്യങ്ങൾ. ഇറ്റലിയുമായി തന്നെ സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ എത്തുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ വലിയ രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള നിക്ഷേപങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ തന്നെ അവിടെ സാക്ഷാത്കരിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നതാണ് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.